വചനത്തിലൂടെയാണ് ദൈവാത്മാവ് എൻ്റെ കയ്യിനും കാലിനും എല്ലാം ആജ്ഞ കൊടുക്കുന്നത്. വചനത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ കൈ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, വചനത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതെല്ലാം വചനത്തിലുണ്ട്. ആ വചനം അനുസരിക്കുമ്പോൾ എൻ്റെ മോഹങ്ങളുടെ നേരെ വിപരീത ദിശയത്. എനിക്ക് കാണണമെന്ന് ചിന്തിച്ച കാര്യങ്ങൾ ഇന്ന് ഞാൻ കാണുന്നില്ല. വൾഗറായിട്ടുള്ള മൂവീസോ മറ്റേതോ മറിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ എൻ്റെ ജഡം എന്നെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം പറയുന്നു, കണ്ണുകൊണ്ട് പാപം ചെയ്യരുത്. അപ്പോൾ വചനം എൻ്റെ കണ്ണുകളെ രൂപാന്തരപ്പെടുത്തുന്നു, ഇല്ലേ? അതാണ് നമ്മൾ കാണുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ജഡാഭിലാഷം, 17-ാം വാക്യം, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. രണ്ടും രണ്ട് തട്ടിലാണ്, രണ്ട് രീതിയിലാണ്. യഥാർത്ഥത്തിൽ വചനം വായിച്ച് ആത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക്, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ വചനം എൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ എനിക്ക് ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. കാരണം ഈ ജഡാഭിലാഷം ആത്മാവിനും, നമുക്കെല്ലാം നേരത്തെ പല മോഹങ്ങളുണ്ടായിരുന്നു. ജഡാഭിലാഷം, കാര്യം എൻ്റെ ഉള്ളിൽ സിംഹാസനത്തിൽ ഇരുന്നത് എൻ്റെ ജഡമാണ്. അതുകൊണ്ട് ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാണ് എനിക്ക്. എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ കണ്ടു, ഞാൻ കേൾക്കേണ്ടത്, ജഡം പറഞ്ഞത് കേട്ടു, ജഡം പറഞ്ഞിടത്ത് നോക്കി, ജഡം പറഞ്ഞ വാക്കുകൾ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു, എല്ലാം ജഡത്തെ അനുസരിച്ച് നടന്നതാണ് ഞാൻ. പക്ഷെ ഇപ്പം ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ, ആത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, ഇപ്പം ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണ്. ന്യായപ്രമാണം ആത്മാവ് എനിക്ക് പറഞ്ഞു തരികയാണ്. അതെനിക്ക് ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുകയാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. താഴോട്ട് ഓരോന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. സമയമില്ലാത്തത് കൊണ്ട് എല്ലാം നമുക്കറിയില്ല, നമുക്ക് വായിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്കറിയാമല്ലോ അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ജഡത്തെക്കുറിച്ച്. എന്നിട്ട് 21-ാം വാക്യത്തിൽ അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം കൈവശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. എൻ്റെ ശരീരത്തെ ജഡത്തിന് വിട്ടുകൊടുത്താൽ ഞാൻ, അവിടെ എഴുതിയിരിക്കുന്നത് ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരുത്തനും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ട് വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പറഞ്ഞു തരുന്ന ദൈവേഷ്ടം അനുസരിച്ച്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങൾ നിർവഹിക്കുകയില്ല. അപ്പം നമുക്ക് ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അതിനോട് ചേർന്ന് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ജഡം എന്ന് പറയുന്ന പാർട്ടി പെട്ടെന്ന് ഇട്ടേച്ച് പോകുന്ന ആളൊന്നുമല്ല. അവനെ ഇറക്കി വിട്ടാലും അവന് അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. നമുക്കൊക്കെ അറിയാം, ജഡം ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? 24-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടാലും അവന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ ഇങ്ങനെ, അല്ല അത് നമ്മളെ ഇപ്പം അങ്ങനെ അങ്ങ് ജീവിക്കാൻ പറ്റുമോ, അതങ്ങനെ അതിനകത്തൊന്നും വലിയ തെറ്റൊന്നുമില്ല എന്നൊക്കെ വന്നിങ്ങനെ പറയും. മനുഷ്യനായാൽ ഇച്ചിരൊക്കെ ഒരു ഇത് വേണ്ടേ എന്നൊക്കെ പറഞ്ഞു വരും. ഇതൊക്കെ പറയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവനെ സിംഹാസനത്തിൻ്റെ അടുത്തൊന്നും നിർത്തരുത്. നേരെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. പിന്നെ ജഡത്തിൻ്റെ മോഹം നമ്മൾ നിർവഹിക്കുകയില്ല. കൈകൊണ്ട് തല്ലു കൊടുക്കല എന്ന് പറയുമ്പോൾ കയ്യേൽ ക്രൂശ, കയ്യേൽ ആണി അടിച്ചിരിക്കുകയാണ്, കാലേൽ ആണി അടിച്ചിരിക്കുക. കള്ളുഷാപ്പിലോട് നടക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല, കാര്യം ആണി അടിച്ചിരിക്കുക. ക്രൂശിച്ചാൽ മാത്രമേ നമുക്ക് ദൈവപ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ ന്യായപ്രമാണം സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമാണ്. ഒന്നാമത് എനിക്ക് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ ജഡത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഫ്രീഡം ഫ്രം സെൽഫ് ഓർ ഫ്രീഡം ഫ്രം മൈ സോളിഷായിട്ടുള്ള ജഡത്തിൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ഫ്ലഷ്, എൻ്റെ
ജഡത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം തരുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണമാണ്. ദൈവം തന്നിരിക്കുന്ന ന്യായപ്രമാണമാണ്. ഹല്ലേലൂയ. അതാണ് ഒരു സ്വാതന്ത്ര്യം. ഞാനിങ്ങനെ ഒന്ന് കുറിച്ചു വെച്ചതാ. രണ്ടാമത്, ജഡത്തിൽ നിന്ന് മാത്രമല്ല, പാപത്തിൽ നിന്ന് ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം വേണ്ട ഒന്നാമത്തെ ഘടകം നമ്മുടെ സെൽഫിൽ നിന്ന് തന്നെയാണ്. സെൽഫിനെ ഇറക്കി വിടാതെ യേശുവിനെ ഇവിടെ കയറ്റിയെടുത്താൻ പറ്റുകയില്ല. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ്, ഒരുവൻ ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ ആദ്യം യേശുവിനെ അവിടെ കയറ്റിയിരുത്തണം. ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. ജഡത്തെ ക്രൂശിക്കണം. 2, മനുഷ്യൻ സ്വാഭാവികമായി പാപം ചെയ്യുന്ന മനുഷ്യൻ പാപത്തിൻ്റെ അടിമയാണ് എന്നുള്ളതാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 8-ാമത്തെ അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം അവിടെ പറയുന്നത്. ഉടനെ കേട്ടു നിന്ന യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുമെന്നോ? ഞങ്ങൾക്ക് എന്തിനാ സ്വാതന്ത്ര്യം? ഞങ്ങൾ ഇന്ന് വരെ ആരുടെ അടിമകളായി ഇരുന്നിട്ടില്ല. ഇവന്മാർ എന്നാ ബോധമുള്ളവന്മാരാ. ഈ പറയുമ്പോഴും ഇവർ റോമിൻ്റെ അടിമകളാണ്, ഇല്ലേ? അവർ റോമിൻ്റെ അടിമകളായിരുന്നു, ബാബിലോണിൻ്റെ അടിമകളായിരുന്നു, എത്രയോ രാജ്യങ്ങളുടെ അടിമകളായിരുന്നു, പാഴ്സ രാജാവിൻ്റെ അടിമകളായിരുന്നു. അതൊക്കെ അമ്മാരങ്ങ് പെട്ടെന്ന് മറന്നു. ഇപ്പോഴും റോമിൻ്റെ അടിമകളാണ്. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ദാസന്മാരായി ഇരുന്നിട്ടില്ല. പൊളിറ്റിക്കൽ ഫ്രീഡം അവർ പറയുന്നത്. കർത്താവ് പറഞ്ഞു. ഉടനെ കർത്താവ് അതിനെ വാദിക്കാൻ, പിന്നെ നിങ്ങൾ റോമിൻ്റെ അടിമകളാണെന്നുള്ളത് എനിക്കറിയത്തില്ല എന്നൊന്നും പറഞ്ഞില്ല. നമ്മൾ ഈ ബോധമില്ലാത്തവന്മാരോട് സംസാരിക്കുമ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വലിയ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? 34-ാമത്തെ വാക്യത്തിൽ, അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അടിമകളാണ്. പൊളിറ്റിക്കൽ അടിമത്വമുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ അടിമത്തത്തേക്കാൾ വലുതായിട്ട് നിങ്ങൾ എല്ലാവരും, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ അടിമത്തം എന്ന് പറയുന്നത് 1 സെൽഫിൽ നിന്നാണ്, 2 പാപത്തിൽ നിന്നാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ 1ഉം 2ഉം ആക്കാം. കാര്യം 2ഉം ഒരുപോലെ പ്രശ്നമാണ്. പാപത്തിൻ്റെ അടിമകളാണ്. അങ്ങനെ പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ് ന്യായപ്രമാണം. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ സങ്കീർത്തനങ്ങളിലാണെങ്കിലും നമ്മൾ 119 സങ്കീർത്തനം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പാപത്തിൽ നിന്നുള്ള വലിയ ഒരു വിടുതൽ നമുക്ക് ആവശ്യമുണ്ട്. എങ്ങനെയാ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നതെന്നറിയാമോ? വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവനാണ്, അത് പ്രവർത്തിക്കുന്നവനാണ് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത് തികഞ്ഞ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം. നമ്മുടെ ജഡത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു, പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വചനമാണ് പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നത്, നമ്മളെ മാറ്റി നിർത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പലപ്പോഴും വന്നിരുന്ന് ആരാധിച്ചിട്ടും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാത്ത പല ആളുകളെ ഉണ്ട്. വലിയ ആരാധനയും പാട്ടും എല്ലാ ബഹളവും എല്ലാം കാണുമായിരിക്കും, പക്ഷെ പാപത്തിൽ നിന്ന് മോചനമില്ല. പാപത്തിൽ നിന്ന് മോചനമില്ല. കർത്താവ് തന്നെ പറഞ്ഞു, പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നുള്ളൂ. പറയുന്നു, എടാ നീ പാപത്തിൻ്റെ അടിമയാ. അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, വീര്യപ്രവർത്തികൾ ചെയ്യുന്നു, അവനെ പ്രവചിക്കുന്നു. പക്ഷേ നീ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോവുക. അപ്പോൾ ഈ പ്രവചനം കൊണ്ട് അല്ലെങ്കിൽ ഭൂതശാന്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്നില്ല. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ അവൻ വചനം സംഗ്രഹിക്കുന്നവനും, നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ.
ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെ ഒക്കെയും വർണ്ണിക്കുന്നു. അപ്പോൾ പാപം ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം, ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കും, എങ്ങനെയാ പാപം ചെയ്യാതിരിക്കുന്നത്? അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം വചനത്തിൽ നിലനിൽക്കുക, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ വചനത്തിലൂടെ നൽകുന്നു. അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ യേശുവും അവൻ്റെ ജീവിതത്തിലെ പ്രലോഭനങ്ങളുടെ സമയത്ത്, പ്രലോഭനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ യേശു പരീക്ഷിക്കപ്പെട്ട സമയത്ത്, ഓരോ സമയത്തും കർത്താവ് വാക്യങ്ങൾ ഉദ്ധരിച്ച പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത്, ഇല്ലേ? വാക്യങ്ങളാ. വചനം രൂപാന്തരപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വചനത്തിൻ്റെ പ്രത്യേകത അതാണ്. ജോൺ വെസ്ലിയുടെ ഒരു സ്റ്റോറി ജോൺ വെസ്ലിയുടെ അമ്മ, അവർക്ക് ഒത്തിരി മക്കളായിരുന്നു. അങ്ങനെ ഇത്രയും മക്കളെ അവർ വളർത്തിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അന്ന് അവർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുമ്പോൾ ജോൺ വെസ്ലിക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് പോയപ്പോൾ വളരെ കഷ്ടപ്പെട്ട ആ അമ്മ ഒരു ബൈബിൾ അവന് വാങ്ങിച്ചു കൊടുത്തു. ഇന്ന് ബൈബിളൊക്കെ വാങ്ങിക്കാൻ ഇത്ര രൂപ മതി. അന്നങ്ങനെയല്ല, അന്ന് ബൈബിൾ ഭയങ്കര എക്സ്പെൻസീവാണ്. ഭയങ്കര വില കൊടുത്ത് ഒരു ബൈബിൾ വാങ്ങി. ആ ബൈബിൾ വാങ്ങിച്ചിട്ട് ജോൺ വെസ്ലിക്ക് കൊടുത്തു, സൂസന്ന വെസ്ലി. അപ്പോൾ ജോൺ വെസ്ലിക്ക് തന്നെ ഇത്രയും പൈസ അമ്മ മുടക്കിയപ്പം അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അയ്യോ, അമ്മ എനിക്ക് വേണ്ടി ഇത്രയും പൈസ മുടക്കിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ സൂസന്ന വെസ്ലി മോനോട് പറഞ്ഞൊരു വാചകമുണ്ട്, സൺ, either this book will keep you away from sin or sin will keep you away from this book. ഒന്നുകിൽ ഈ പുസ്തകം നിന്നെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് മാറ്റി നിർത്തും. ഞാൻ പാപത്തിൽ തുടരുകയാണെങ്കിൽ, പലപ്പോഴും ഞാൻ ആളുകളോട് ചോദിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്, നമ്മൾ പാപത്തിൽ തുടരുകയാണെങ്കിൽ ആദ്യം ഉപേക്ഷിക്കുന്നത് പാട്ടും പ്രാർത്ഥനയും ഒന്നുമല്ല. പാപം ചെയ്തേച്ചും പാട്ട് പാടും, പക്ഷെ പാപം ചെയ്യുന്ന അന്ന് ബൈബിൾ വായിക്കത്തില്ല മിക്കപ്പോഴും. അതൊരു വലിയ പ്രശ്നമാണ്. കാര്യം ജോൺ വെസ്ലി പറഞ്ഞത്, ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ കടലാസന്റെ കാര്യമല്ല പറയുന്നത്, ദിസ് ബൈബിൾ, ഈ തിരുവചനം, ഇത് നീ സംഗ്രഹിച്ചാൽ, അതുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നെന്ന് പറയുന്നത്. ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിച്ചാൽ നമ്മെ അത് പാപത്തിൽ നിന്ന് മാറ്റി നിർത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വചനമാണ് നമ്മളെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം വചനം ജഡത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം, സെൽഫിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. വചനം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. ഫ്രീഡം ഫ്രം സെൽഫ്, ഫ്രീഡം ഫ്രം സിൻ. പിന്നെ ഞാനൊന്ന് എഴുതിയത്, ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം ഫിയർ. അത് വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. 34-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അമക്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നോക്കുക, സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം യുവർ ഫിയർ. അത് ഒരുപക്ഷെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭാവിയെക്കുറിച്ചുള്ള ഭയമാകാം, അല്ലെങ്കിൽ മറ്റ് പല പല കാര്യങ്ങളാകാം, ഇല്ലേ? നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടുന്നവരാണ്. പക്ഷേ വചനം വായിക്കുമ്പോൾ, വചനം സംഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥിച്ച് വചനം, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ എന്നോട് സംസാരിച്ചെന്ന്, ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വചനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. ഞാൻ സംസാരിച്ചു, അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് ഉത്തരമരുളി. ദൈവത്തിൻ്റെ വചനത്തിലൂടെ സംസാരിച്ചു. എൻ്റെ ഭയമെല്ലാം പോയി. നമ്മുടെ സകല ഭയങ്ങളിൽ നിന്നും ദൈവം നമുക്ക് വിടുതൽ നൽകുന്നു. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം സിൻ. ഫ്രീഡം ഫ്രം സിൻ. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം ഫിയർ. 119-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 28-ാമത്തെ വാക്യത്തിൽ
നമ്മൾ കാണുന്നത്, എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം യുവർ സോറോസ്. നിങ്ങളുടെ വിഷാദങ്ങളിൽ നിന്ന്, മറ്റേ ഭയത്തിൽ നിന്നാണെങ്കിൽ നമ്മുടെ വിഷാദങ്ങളിൽ നിന്ന് നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ.